നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? അതായത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമ്മൾ ഉണരുമ്പോഴത്തേക്കിനും ശരീരം ഒന്നും മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ചിലപ്പോൾ അതിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണുന്നത് പോലെയോ ഒക്കെ തോന്നുന്ന ഒരവസ്ഥ. ഈ ഒരു സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നുക ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. പക്ഷേ ഇത് വേറൊന്നുമല്ല, സ്ലീപ്പ് പാരാലിസിസ് ആണ്. ഹായ് ദയർ, ദിസ് ഇസ് ഡോക്ടർ ചാര്യാദേവി. ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ മസിൽസിനെയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കാറുണ്ട്. സ്വപ്നമൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാതിരിക്കാനായിട്ടാണ് നമ്മുടെ ബോഡി ഈ ഒരു മെക്കാനിസം സ്വീകരിക്കുന്നത്. ചില സമയത്ത് നമ്മുടെ ബ്രെയിൻ ഉണരുകയും പക്ഷേ ബോഡി ഈ ഒരു അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റും, ചുറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, പക്ഷെ നമുക്ക് സംസാരിക്കാനോ അനങ്ങാനോ സാധിക്കാറില്ല. ഈ ഒരു പ്രശ്നം ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. പ്രധാനമായിട്ടും നമുക്ക് ഉറക്കം ശരിക്ക് കിട്ടുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റിയോ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാവുന്ന സമയത്തോ അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ലീപ്പ് ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് കൂടെ ഈ ഒരു പ്രശ്നം കാണപ്പെടാറുണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് തന്നെ നമ്മൾ കിടക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അളവിന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. ഒപ്പം ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളിതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും ഒരു സൈഡ് എഫക്റ്റും കൂടാതെ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്.